നിങ്ങൾ മാന്യം കാണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമെന്ന് പറയണത് ഈ ജോഷുവയും മോസസും തമ്മിലുള്ള റിലേ പോലെ ഇരിക്കും. ബാറ്റിനറിയാതെ കൈമാറിപ്പോവും. കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കാര്യം നടന്നില്ലെങ്കിലും നിങ്ങൾ ആ കാര്യത്തിനേക്കാൾ ഉപരി എന്തു ചെയ്യണം? ദൈവത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് അവൻ്റെ വചനമനുസരിച്ചുകൊണ്ട് കാര്യം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇപ്പോൾ 20% നടക്കാത്ത കാര്യങ്ങളുണ്ടാകും. അതിനെ നമ്മൾ കുരിശെന്ന് പറയണത്. ആ കുരിശിനെയാണ് നമ്മൾ കർത്താവിൻ്റെ കൂടെ അനുഗമിക്കാൻ വേണ്ടി എടുത്തിട്ട്, ഞാനുള്ളിടത്തിൻ്റെ പിതാവ് ഉണ്ടായിരിക്കും, ഞാനുള്ളിടത്തിൻ്റെ സേവനുണ്ടായിരിക്കും, എന്നെ സേവിക്കുന്നതിന് പിതാവ് മാനിക്കുമെന്ന് പറയണത് ഈ കുരിശാണ് നമ്മളെ നിത്യതയിൽ എത്തിക്കണത്. അത് എത്തിക്കുന്ന കൊണ്ട് തന്നെ നടക്കാത്ത കാര്യങ്ങൾ ചിലത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പേരിൽ ദൈവമായിട്ട് വഴക്കിടാനോ പ്രാർത്ഥന കുറക്കാനോ തീരുമാനിക്കരുത്. അത് വലിയ അബദ്ധങ്ങൾ ഉണ്ടാക്കും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ ദൈവഹിതം പോലെ ഏൽപ്പിച്ചു നൽകുന്ന കൽപ്പിച്ചു നൽകുന്ന ദൈവവിളികളെ ദൈവസ്നേഹത്തോടെ സ്വീകരിക്കുവാനും നിത്യതയ്ക്കുള്ള ആസ്തിയായി സ്വരുക്കൂട്ടിക്കൊണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങളെ സന്തോഷത്തോടെ സമീപിക്കുവാൻ സുവിശേഷത്തിന്റെ അഭിഷേകം സാക്ഷിയുടെ ജീവിത അവസ്ഥകളെ എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് പാടുക. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൽ ഘനമോർത്തിടുമ്പോൾ ഞൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൽ ഘനമോർത്തിടുമ്പോൾ ഞൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, നാട്കളെ പോലെ പറന്നുയരും. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, നാട്കളെ പോലെ പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയമണിയേ. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയമണിയേ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൽ ഘനമോർത്തിടുമ്പോൾ ഞൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഉടമ്പടിയുടെ അനുഭവങ്ങൾ നമ്മളിങ്ങനെ വളരെ സ്കാൻ ചെയ്തെടുക്കുമ്പോൾ 2 തരം ദൈവവിളി അതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, ദൈവവിളി ഇപ്പോൾ ഉടമ്പടിയൊക്കെ ആദ്യമൊക്കെ വരണത് ആകർഷിപ്പാണ്. ആകർഷിപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നീട് ആകർഷിപ്പ് എല്ലാവരും തന്നെ ഒരു 95% പേരും ഉടമ്പടി ആകർഷിപ്പിലാണ് വരണത്. ആദ്യം സാക്ഷ്യം കണ്ട് ആകർഷിച്ച് വരും. ചില ആൾക്കാർ പറയണ കണ്ട് ആകർഷിച്ച് കാണും, പത്രത്തിലെ സാക്ഷ്യം കണ്ട് ആകർഷിക്കും, അങ്ങനെ ആകർഷിച്ച് വരും. ഇദ്ദേഹത്തുള്ള ഇപ്പം ഞങ്ങളുമൊക്കെ ദൈവവിളിയിലേക്ക് ആകർഷിപ്പുണ്ട്, കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ട് ചിലത് കൽപ്പിക്കപ്പെടും. രണ്ടും രണ്ടാണ് സംഭവം. ചില ആൾക്കാർ ആകർഷിച്ച് വരുന്ന ആൾക്കാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. ഒരു ചേച്ചി, ആ ചേച്ചിയുടെ വരുന്ന ജെസ്സി പീറ്റർ, അവരൊരു സ്കൂൾ അധ്യാപികയാണ്. ജെസ്സി പീറ്റർ ഈ ആലപ്പുഴ ജില്ലക്കാരത്തിയാണ്. പക്ഷേ കൃപാസനത്തിലൊന്നും വരത്തില്ല.
വരേണ്ട ഒരു ആവശ്യം അവർക്ക് വന്നില്ല, അതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. നല്ല ദൈവവിശ്വാസിയൊക്കെയാണ്, ഡെയിലി കുർബാനക്കൊക്കെ പോണ കക്ഷിയാണ്. പക്ഷെ ഒരു ദിവസം 4 പ്രാവശ്യം ഇവരുടെ മൊബൈൽ താഴെ വീണ്. ഒരു ദിവസം 4 പ്രാവശ്യം ഇവരുടെ മൊബൈൽ താഴെ വീണ്. രാവിലെ വൈകുന്നേരം ഉച്ചക്കൊക്കെ ആയിട്ട് വീണ്. എപ്പോൾ എടുക്കുമ്പോഴും യൂട്യൂബിൽ ഇവർ താഴെ വീണ മൊബൈൽ എടുക്കുമ്പോൾ അതിനകത്ത് യൂട്യൂബിൽ കൃപാസന മാതാവിൻ്റെ ഫോട്ടോയുമായിട്ടാണ് പൊങ്ങി വരുന്നത് ഈ മൊബൈൽ. എന്ത് പരിപാടിയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. 4ാമത്തെ പ്രാവശ്യം ഇത് കണ്ടപ്പോൾ ഇവർ ശ്രദ്ധിച്ച്, എടാ ഇത് ഞാൻ രാവിലെ മുതൽ താഴെ വീഴുന്നുണ്ട്, ഇത് വീഴുമ്പോഴൊക്കെ പൊങ്ങി വരുന്നത് കൃപാസനം മാതാവാണല്ലോ. അപ്പോൾ അവൾ മാതാവിനെ പറഞ്ഞു, മാതാവ് എന്നെ വിളിക്കണമെന്നൊക്കെ മനസ്സിലായി, ഞാൻ നാളെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറയും. എന്നെ വിളിക്കണമെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ തന്നെ ആകർഷണം എന്ന് പറയണത്